നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ട്രംപ് വരച്ച വരയിൽ ഇറാൻ എത്തുന്ന കാഴ്ച. ഒരാഴ്ച മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ച. വൈറ്റ് ഹൗസിൽ 90 മിനിറ്റോളം നീണ്ടുനിന്ന ആ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടുപിന്നാലെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു, ഇറാൻ്റെ സമ്പൂർണ്ണ നാശത്തിന് അമേരിക്ക ഇറങ്ങിത്തിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ തകർക്കാനുള്ള അവസാന യുദ്ധമെന്ന നിലയിലാണ് ആക്രമണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശദീകരിച്ചത്. ഇറാൻ അടിസ്ഥാന സൗകര്യങ്ങളും ഊർജ്ജ കേന്ദ്രങ്ങളും തങ്ങൾ ആക്രമിക്കും. ഏറ്റവും വിനാശകരമായ ആക്രമണങ്ങൾക്ക് ഇറാൻ തയ്യാറെടുക്കുക. ഇതായിരുന്നു ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ചേർന്നുള്ള ആക്രമണ പദ്ധതി ലോകത്ത് ആശങ്ക വിതറി. തൊട്ടുപിന്നാലെ ഇറാൻ അമേരിക്കയെ മധ്യസ്ഥ രാജ്യങ്ങൾ വഴി സമീപിച്ചുവെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. കരാറിലെത്താൻ തങ്ങൾ തയ്യാറാണ് എന്ന് ഇറാൻ അമേരിക്കയെ മധ്യസ്ഥ രാജ്യങ്ങൾ വഴി അറിയിച്ചു. കരാറിൽ ഒപ്പിടാനുള്ള അവസാന അവസരമാണിത് എന്ന് ട്രംപ് ആവർത്തിച്ചു. ഇറാൻ്റെ തന്നെ അഭ്യർത്ഥന പ്രകാരമാണ് ചർച്ചകൾ നടക്കുന്നത് എന്ന് ട്രംപ് പറഞ്ഞു. ഇതിനെ തുടർന്ന് അനിശ്ചിതമായി ആക്രമണം ട്രംപ് നിർത്തിവെച്ചു. സൗദി അറേബ്യയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് അമേരിക്ക പൊടുന്നനെയുള്ള ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങിയത് എന്ന് സൗദി കിരീടാവകാശി വ്യക്തമാക്കി. UAE, ഖത്തർ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങളുമായി കളത്തിലിറങ്ങി. സൈനിക നടപടികൾക്കുള്ള പദ്ധതികൾ നിലവിലുണ്ടെന്നും ചർച്ചകളിലൂടെ ഒരു പരിഹാരമുണ്ടാക്കാൻ അവർക്ക് അവസാനമായി ഒരവസരം കൂടി നൽകുന്നുവെന്നും ട്രംപ് തുറന്നു പറഞ്ഞു. അവർക്ക് തിരിച്ചറിവുണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നായിരുന്നു ട്രംപിൻ്റെ വാക്കുകൾ. ഇപ്പോഴിതാ ഇറാനും ഒമാനും തമ്മിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾ. ലോകത്തിനൊരു കാര്യം വ്യക്തമാകുന്നു, ഇറാൻ ട്രംപ് വരച്ച വരയിലേക്ക് വരുന്നു. ഹോർമസ് തുറക്കുന്നത് സംബന്ധിച്ച് ഇന്നോ നാളെയോ ഒരു കരാർ നടപ്പിലാക്കുമെന്നാണ് ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. ഹോർമസിലെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുമായി ഒമാനുമായി നടത്തുന്ന ചർച്ചകൾ പോസിറ്റീവാണ് എന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇക്കാര്യം ഇറാനും സ്ഥിരീകരിച്ചു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഒരു ധാരണയുണ്ടാക്കാം എന്ന US പ്രസിഡന്റിൻ്റെ വാക്കുകൾ ശരിവയ്ക്കുകയാണ് ഇപ്പോൾ ഇറാൻ. ഹോർമസുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മസ്കറ്റും ടെഹ്റാനും തമ്മിൽ പുതിയ തലങ്ങളിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നു. ഇക്കാര്യം ഇറാനിയൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തു. ഹോർമസ് വഴി സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനായി കടലിടുക്കിൽ ഒരു മിഡിൽ കോറിഡോർ നടപ്പാക്കുന്നതിനെക്കുറിച്ചാണ് ഇറാനും ഒമാനും തമ്മിൽ ചർച്ച നടക്കുന്നത്. ഒരു വശത്ത് ചർച്ചകൾ പുരോഗമിക്കുന്നു, എന്നാൽ മറുവശത്ത് അമേരിക്കയുടെ ശക്തമായ ഇടപെടലുകൾ, സൈനിക ഭീഷണിയുടെ നിഴൽ നിലനിൽക്കുന്നിടത്തോളം കാലം കരാർ വൈകുമെന്നാണ് ഇറാന്റെ ഔദ്യോഗിക വിശദീകരണം. യുദ്ധം തുടങ്ങിയതിനു ശേഷം സജീവമായ ലറക് ദ്വീപിന് ചുറ്റുമുള്ള ഇറാന്റെ സ്വന്തം ജലാതിർത്തിയിലൂടെയുള്ള വടക്കൻ റൂട്ട് ഒരു വശത്ത്, മറുവശത്ത് ഒമാൻ തീരത്തോട് ചേർന്ന് അമേരിക്ക നിർദ്ദേശിച്ച തെക്കൻ റൂട്ട്. ഈ രണ്ട് റൂട്ടുകൾക്ക് ബദലായി മിഡിൽ കോറിഡോർ സജീവമാക്കാനാണ് ഇപ്പോൾ ഒമാനും ഇറാനും തമ്മിൽ നടക്കുന്ന ചർച്ചകളിൽ ധാരണയായിരിക്കുന്നത്. ഈ പാത ഇറാനും ഒമാനും തമ്മിൽ സംയുക്തമായി നിയന്ത്രിക്കണമെന്നതാണ് ഇറാൻ്റെ നിർദ്ദേശം. തീരദേശ രാഷ്ട്രമെന്ന നിലയിൽ ഇറാൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് തങ്ങൾ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ചർച്ചയിലുള്ള പുതിയ സാങ്കേതിക ധാരണ പ്രകാരം പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകളുടെ പൂർണ്ണ നിയന്ത്രണം ഇറാനായിരിക്കും. എന്നാൽ ഗൾഫിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കപ്പലുകൾ ഇറാനെ അറിയിച്ച ശേഷം ക്ലിയറൻസ് നൽകാനുള്ള അധികാരം ഒമാന്. ഈ പാതയിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകളിൽ നിന്ന് സർവീസ് ഫീസ് പിരിക്കാൻ ഇറാൻ താൽപ്പര്യപ്പെടുന്നു. എന്നാൽ ഈ നിർദ്ദേശം അമേരിക്ക തള്ളിക്കളഞ്ഞു. സുരക്ഷാപരമായ ഭീഷണികളോ സംശയങ്ങളോ ഉണ്ടായാൽ പാതയിൽ പ്രവേശിക്കുന്നതോ പുറത്തു പോകുന്നതോ ആയ കപ്പലുകളുടെ കാര്യത്തിൽ തങ്ങൾക്ക് ഇടപെടാൻ അവകാശമുണ്ടായിരിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ഹോർമസ് കടലിടുക്കിൽ തൽക്കാലം സർവീസ് ഫീസ് പിരിക്കാൻ അനുവദിക്കില്ല. എന്നാൽ സുരക്ഷാ കാര്യങ്ങളിൽ പരിശോധനയാവാം എന്ന് അമേരിക്ക സമ്മതിച്ചു. നേരത്തെ ഹോർമസ് കടലിടുക്കിലൂടെ ഇരുവശങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന കപ്പൽ ഗതാഗതത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ഇറാൻ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ പുറത്തേക്ക് പോകുന്ന കപ്പലുകളുടെ മേൽ പൂർണ്ണ നിയന്ത്രണത്തിന് പകരം നിരീക്ഷണ അധികാരം വേണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹോർമസിന് മേൽ തുല്യ നിയന്ത്രണം എന്നതായിരുന്നു ഒമാന്റെ നിർദ്ദേശം. ഇത് നേരത്തെ ഇറാൻ തള്ളിക്കളഞ്ഞിരുന്നു. ഒരു അന്താരാഷ്ട്ര ജലപാത എന്ന നിലയിൽ യുദ്ധത്തിന് മുൻപ് കപ്പലുകൾ തടഞ്ഞു നിർത്താനോ സമുദ്രമധ്യത്തിൽ വെച്ച് പരിശോധിക്കാനോ തടസ്സമുണ്ടാക്കാനോ ഇറാനോ മറ്റ് രാജ്യങ്ങൾക്കോ നിയമപരമായ അവകാശമുണ്ടായിരുന്നില്ല. ഇറാനുമായി അമേരിക്കൻ പ്രതിനിധി സംഘം ഒരു ദിവസം മുഴുവൻ നീണ്ട ചർച്ചകൾ നടത്തിയെന്നും ചർച്ചകൾ പോസിറ്റീവാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു.
ഒരു കരാറിലെത്തിയില്ല എങ്കിൽ ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ ശരിക്കും കഠിനമായി ബാധിക്കുന്ന യുദ്ധമായിരിക്കും അവർക്ക് മുന്നിൽ എന്ന് ട്രംപ് ഒരിക്കൽ കൂടി പറഞ്ഞു. നമ്മൾ വളരെ നല്ല ചർച്ചകൾ നടത്തുന്നു. സംഘർഷം അവസാനിപ്പിക്കാനുള്ള അവസാന അവസരം. ഇറാനും ഒമാനും തമ്മിലുള്ള കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകാനുള്ള 60 ദിവസ ക്രമീകരണമായിരിക്കും ഇപ്പോൾ ഒപ്പിടുന്ന കരാറിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. ചുരുക്കത്തിൽ ഇറാനിയൻ നിയന്ത്രിത പാതയിലൂടെ കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കാനും ഒമാൻ നിയന്ത്രിത പാതയിലൂടെ പുറത്തു കടക്കാനും കരാർ വ്യവസ്ഥ ചെയ്യും. ഇത്തരമൊരു കരാർ യാഥാർത്ഥ്യമായാൽ ഇറാന്റെ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട അമേരിക്കൻ ഉപരോധങ്ങൾ നീക്കുന്നത് സംബന്ധിച്ച മറ്റ് കരാറുകളിന്മേലുള്ള ചർച്ചകൾ തുടങ്ങുമെന്നും അമേരിക്ക വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഇറാൻ ഒമാൻ കരാറിന്റെ കാര്യത്തിൽ ഏറെ പുരോഗതിയുണ്ട് എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രസ്താവന നടത്തി. കടലിടുക്കിന്റെ നിയന്ത്രണം ഔദ്യോഗികമാക്കുന്ന ഏതൊരു കരാറും ടെഹ്റാന്റെ ഒരു പ്രധാന തന്ത്രപരമായ വിജയമായി അവർ കൊണ്ടാടും. ഇറാന്റെയും ഒമാന്റെയും ദേശീയ സുരക്ഷാ പരിഗണനകൾ ഉയർത്തിപ്പിടിക്കുന്ന മറ്റൊരു കരാർ. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിന് വേണ്ടി ഇതുവരെ പൊരുതി നിന്ന ഇറാൻ ഒടുവിൽ സർവീസ് ഫീസ് പിരിക്കുന്നില്ല എങ്കിൽ പോലും പാതയുടെ നിയന്ത്രണം എന്ന തങ്ങളുടെ ആത്യന്തിക ലക്ഷ്യത്തിൽ എത്തി നിൽക്കുന്നു. ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക തങ്ങളുടെ താഡ് മിസൈൽ ഇന്റർസെപ്റ്ററുകളുടെ 80% ഉപയോഗിച്ചു എന്ന റിപ്പോർട്ടുകൾ അമേരിക്ക തന്നെ തള്ളിക്കളഞ്ഞു. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ വലിയ കുറവ് വന്നതാണ് അമേരിക്ക പെട്ടെന്ന് യുദ്ധം നിർത്തിവെക്കാനുള്ള കാരണമെന്നായിരുന്നു ചില വിദേശ മാധ്യമങ്ങളുടെ പരിഹാസം. അമേരിക്കയുടെ കൈവശമുള്ള കുറഞ്ഞ ആയുധശേഖരം അമേരിക്കയെ പരിഭ്രാന്തിയിലാഴ്ത്തിയെന്നും ഇതുകൊണ്ടാണ് വലിയ യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത ട്രംപ് ഒടുവിൽ പിന്മാറിയതെന്നും ചില മാധ്യമങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരിഹസിച്ചു. എന്നാൽ ഫെബ്രുവരി മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ ഏകദേശം 65% പാട്രിയറ്റ് ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിച്ചു എന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. US സ്റ്റോക്കുകളിലെ താഡ് ബാലിസ്റ്റിക് ഇന്റർസെപ്റ്ററുകളുടെ എണ്ണം യുദ്ധത്തിന്റെ തുടക്കത്തേക്കാൾ കുറഞ്ഞത് 38% കുറവാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. പെന്റഗണിന്റെ നിർണായകമായ യുദ്ധോപകരണങ്ങളുടെ ശേഖരം അപകടകരമാംവിധം കുറവാണ് എന്ന് മുതിർന്ന US സൈനിക കമാൻഡർമാർ മുന്നറിയിപ്പ് നൽകി ട്രംപിനെന്നതായിരുന്നു പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. എന്നാൽ ഈ റിപ്പോർട്ടുകൾ ശരിയല്ല എന്ന് US യുദ്ധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പറയുന്നു. ഇറാനുമായുള്ള ചർച്ചകളിൽ ഞങ്ങൾ 2 കാര്യങ്ങളിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സുരക്ഷിതമായ സമുദ്ര ഗതാഗതം ഉറപ്പാക്കുക, ഇറാന്റെ സമ്പൂർണ്ണ ആണവ നിരായുധീകരണം. ഈ 2 കാര്യങ്ങളിലും ചർച്ചകൾ പോസിറ്റീവാണ് എന്ന് പീറ്റ് ഹെഗ്സത്ത് പറയുന്നു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള താൽക്കാലിക ഷിപ്പിംഗ് റൂട്ടുകൾക്ക് പെർമിറ്റുകളോ അംഗീകാരങ്ങളോ ഫീസോ ആവശ്യമില്ല എന്ന അമേരിക്കൻ നിലപാടൊടുവിൽ ഇറാൻ അംഗീകരിക്കുന്നു. ചുരുക്കത്തിൽ ഇറാനും ഒമാനും ചേർന്നൊരുക്കുന്ന ഈ കരാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഏറെ ആശ്വാസകരമാകും. ഇറാനെ ആക്രമിച്ച് തകർക്കുക എന്ന ഒരൊറ്റ പോംവഴിയിൽ നിന്ന് ഒടുവിൽ കരാറിലെത്തി നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.